ഫുഡ് ഉണ്ടാക്കണ തൊട്ട് ഇതുവരെയുള്ള കാര്യം ഞാനാണ് ചെയ്തത്. അതെ. അമ്മ ഇവിടെ അനങ്ങിയിട്ടില്ലല്ലോ. എന്ത് നീ അനങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ. ഇനി മുതൽ അങ്ങോട്ട് ഇങ്ങനെയായിരിക്കും. ഇതൊക്കെ ഇത്തിരി ഓവറാണ് കേട്ടോ. ഇവിടെ ഇപ്പൊ എന്ത് സംഭവിച്ചിട്ടാണ്? ഓരോ ഓവറും അല്ല, ഇവിടെ ഇപ്പൊ എന്താ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിട്ടാ. നാട്ടുകാരെന്താ പറയണേന്നറിയാവോ? തങ്ക ആ പെണ്ണിനെ വളർത്തി വഷളാക്കിന്ന്. 3-4 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കെട്ടിച്ചു വിട്ടിട്ട് ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് പണിയെടുക്കേണ്ട വെണ്ണ. എന്നിട്ട് അവളെ ഫോണും കണ്ട് കഥയും കേട്ട് കളിച്ച് ചിരിച്ചിങ്ങനെ നടക്കുക. എന്തെങ്കിലും വൃത്തിയോട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആരോട് ചോദിക്കും? തള്ളേനോട് ചോദിക്കും. തള്ള വളർത്തി വഷളാക്കി എന്ന് പറയും. അത് കേൾക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഏത് നാട്ടുകാരാണ് ആ സാര ഉപദേശം തന്നത്? നിനക്ക് ഞാൻ അഡ്രസ്സും ഫോൺ നമ്പറും തരാം. തരണം, എനിക്കൊന്ന് വിളിച്ച് ഉപദേശിക്കാനുണ്ട്. അല്ലെങ്കിൽ നിനക്ക് ആരെങ്കിലും നല്ലത് പറഞ്ഞാൽ നിനക്ക് ഇഷ്ടമല്ലല്ലോ. ഇഷ്ടമല്ല, ബാക്കിയുള്ളവരല്ല എന്റെ ജീവിതം നോക്കേണ്ടത്. അപ്പൊ നീ തന്നെ താനെ അങ്ങ് പൊട്ടി മുളച്ച് വന്നതാണോ? അങ്ങനെയല്ല അമ്മ, ഏതല്ലോ കാലഘട്ടത്തിൽ ജീവിക്കുന്നത്. എന്നെ വല്ലയിടത്തും കെട്ടിച്ചിട്ട് ഞാൻ അവിടെ ജോലി എടുക്കാനാണ് പോകുന്നത്. പിന്നെ അവിടെ ചെന്ന് നീ ഉരുട്ടി എന്ത് തിന്നും? അത് ആവശ്യത്തിന് ഉണ്ടാക്കാനൊക്കെ എനിക്കറിയാം. അല്ലാതെ ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല വല്ലവരുടെയും വാക്കും കേട്ട്. ആണോട്ടോ? ഇവിടെ പെൺപിള്ളേരൊക്കെ ബഹിരാകാശത്ത് പോണ കാലമാണ്. കെട്ടിച്ചിട്ട് പോയി നിക്കാനാണ്. ആദ്യം മോള് ഭൂമിയിൽ മര്യാദക്ക് നിൽക്കാൻ പഠിക്കും. നീ ഇവിടെ നിന്നാ മതി. ആകാശത്ത് കയറാൻ നടക്കുന്നു നോക്കല്ലേടി. അമ്മയ്ക്ക് ജോലി ഇല്ലാത്തോണ്ടല്ലേ ഇതെല്ലാം ചെയ്യേണ്ടി വരുന്നത്. ജോലി ഉണ്ടായിരുന്നെങ്കിൽ വല്ലതും ചെയ്യണമല്ലോ. എനിക്ക് പഠിക്കാനുള്ളതുകൊണ്ടല്ലേ ഞാൻ ചെയ്യാത്തത്. അപ്പൊ ഇതും കൂടെ ചെയ്ത് ഞാൻ ഇപ്പൊ പഠിക്കും. അല്ലെങ്കിൽ ഭയങ്കര പഠിപ്പാണ് എന്റെ മോളെന്റെ പൊന്നെ. ആ ഫോണ് തുറന്നോക്കി അറിയാം നീ ഒരു ദിവസം വിളിക്കണ വിളി, കളിക്കണ കളി. ഇപ്പൊ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്, റീല്. 24 മണിക്കൂർ റീല് നോക്കിക്കൊണ്ടിരിക്കലാണ്. 2 റീൽ ഉണ്ടെന്ന് വെച്ചാൽ 24 മണിക്കൂറും അല്ല. റീല് കാണല്. കൊച്ചിനെ നോക്കണം, ഞാൻ തൂക്കുന്നത്, ഞാൻ തുടയ്ക്കുന്നത്. എന്തോന്നത്? നിന്നെ പോലെ തന്നെ ഞാനും വളർന്നു വന്നു. അങ്ങനെ ജീവിച്ചാൽ മതി. നല്ല അമ്മ. ഞാൻ കഷ്ടപ്പെട്ട് വളർന്ന് എന്റെ മോളും കഷ്ടപ്പെടണം. അല്ലെങ്കിൽ എന്റെ മോളും നല്ല നിലയിൽ എത്തണോന്നല്ല. നല്ല നിലയിൽ ഒരു വീട്ടിൽ ചെല്ലുമ്പോ തങ്കത്തിന്റെ മോള് നല്ല കുട്ടി, എല്ലാ പണി അറിയാന്ന് പറയിപ്പിക്കണം. അപ്പൊ അവാർഡ് കിട്ടോ? ഷെൽഫി വെക്കാൻ പറ്റുമോ? മക്കളെ പറ്റി നല്ലത് പറയുമ്പോ തള്ളമാർക്ക് അത് അവാർഡാണ്. നല്ലത് എന്ത്? ഭർത്താവിന്റെ വീട്ടിൽ ചെന്ന് നല്ല ജോലി ചെയ്യുന്ന. നാക്കകത്തിടറി. അവള് നിന്റെ നാവിന്റെ നീളത്തിൽ കൊണ്ടുണ്ട് ഞാൻ അമ്മിക്കല്ലിൽ വെച്ച് ചതക്കി ഞാൻ കൈ കാലും കൂട്ടിട്ട്. പറഞ്ഞ് മനസ്സിലാക്കാൻ ഇവളോട് ചോദിക്കും. ഇവള് ഇവിടെ കിടന്ന് എന്താ മേള്? ഇവള് പറയണ കാര്യം നീ ഒന്ന് കേട്ടെ, എന്നിട്ട് നീ പറ. മാമൻ അത്യാവശ്യം വിവരമുള്ളതല്ലേ. ഒരു കാര്യം, ഒരു പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചു വിടുന്ന എന്തിനാണ്? ഒരു കുടുംബം ഉണ്ടാകാൻ, തലമുറ ഉണ്ടാകാൻ. ഇതേ ഞാൻ പറഞ്ഞുള്ളൂ. ഇതാണോ പറഞ്ഞത്? അല്ല, ചെറുക്കന്റെ വീട്ടിൽ ജോലി ചെയ്യാനാണ് പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത്. മാമന്റെ പെങ്ങൾ. തർക്കിച്ചതിന് അർത്ഥമുണ്ട്. എന്ത് തർക്കിച്ചതിനർത്ഥം? പിന്നെ ജോലി ചെയ്യാതെ വല്ല കുടുംബത്തിൽ പോയി കുടുംബം ഉണ്ടാക്കണം എങ്ങനെയാ? അതാണ് കാര്യം. പിന്നല്ലാതെ എടി, നീ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, തങ്കത്തിന്റെ കിളിറ്റിടാൻ കാലമല്ലത്. ഇത് മുത്തിന്റെ ജിത്തുന്റെ കാലമാണ്. അത് മനസ്സിലാക്കേണ്ട സാമാന്യ കനക, നീ കാര്യം അറിയാതെ അത്ര മനസ്സിലാക്കിയോ നീ? നീയാണ് ഈ പെണ്ണിന് ഇത്രയും വഷളാക്കണത്. വളം വെച്ച് കൊടുക്കും കുറച്ചും കൂടി. അപ്പൊ അവള് നന്നായിട്ട് ജീവിക്കണ്ടേ നമ്മള്? മനസ്സിലാവൂല. കാര്യം മനസ്സിലാക്കി പെരുമാറണം. പിള്ളേരൊക്കെ മാറി. മാമന്റെ സഹോദരിക്ക് അത് മനസ്സിലാവൂല. എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി. ഇനി എന്ത് ജോലി ചെയ്യണം? ഇവിടുത്തെ കുപ്പിന്ന് വന്ന ഭൂതമാണല്ലോ, ഞാൻ എല്ലാം ചെയ്യണം. എന്റെ വീട്ടിലെ പണി ചെയ്യാൻ എനിക്കറിയാം. എനിക്ക് ആരുടെ സഹായം വേണ്ട. ഞാനൊരു ആകാശത്തോട്ട് പറക്കാനും നിക്കണില്ല. പറക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇനി നടക്കൂല. വേണ്ട, നീ പറന്നൊക്കെ വന്ന് താഴെ ഭൂമിയിൽ ഇറങ്ങൂലേ? അന്നേരം ഇവിടെ എന്തെങ്കിലും ചെയ്താ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും അമ്മയെ സഹായിക്കേണ്ട കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ഇന്ന് ഇവിടെ എന്തൊക്കെ ചെയ്തു? തൂത്തിട്ടു. ഇടിയപ്പത്തിന് ഗ്രീൻ പീസ് കയറി ഞാൻ ഉണ്ടാക്കി. സീരിയസ് ആയിട്ട് അടിപൊളി. മാമൻ കഴിച്ചിട്ടോ? ഇവിടെയൊക്കെ തുടച്ചിട്ട് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയപ്പോ എന്റെ തൊള്ള പൊട്ടിയെന്നേ ഉള്ളൂ. ഞങ്ങൾ സംസാരിക്കുന്നില്ല, താങ്കൾ ഇടപെടണ്ട. ഒന്ന് കഴിച്ചല്ലോ 3 ഇടിയപ്പം. ഇത്രയൊക്കെ ചെയ്താൽ പോലും ഒരു മനുഷ്യൻ. പക്ഷെ അമ്മ പറയുന്ന കാര്യങ്ങൾ ഞാൻ അക്സെപ്റ്റ് ചെയ്യൂല. തർക്കിക്കായിരുന്ന കുഴപ്പമില്ല, സമാധാനമായിട്ട് ജീവിക്കാൻ. മാമനും കണക്കാണ്, സഹോദരി എപ്പോഴും സപ്പോർട്ട് ചെയ്യും. നിന്നെ സപ്പോർട്ട് ചെയ്യാറില്ലേ മക്കളെ? ആ